ഏത് എയർലൈൻ ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഫറൻസ് നമ്പർ ഏതാണ് റെഫറൻസ് നമ്പർ എന്നുള്ളത് അടിക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേര് വരും. അപ്പോൾ പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാസ്പോർട്ട് സ്കാൻ ചെയ്യണം. നമ്മുടെ നെയിമുള്ള പേജ് സ്കാൻ ചെയ്യണം. ഞാനിപ്പോൾ സ്കാൻ ചെയ്യുകയാണ് പാസ്പോർട്ട്. സ്കാൻഡ് നമ്മളെടുത്തു. കണ്ടിന്യൂ കൊടുക്കുന്നു. ചേഞ്ച് സീറ്റ്സ്, ഓൺ ടൈം, സീറ്റ്സ് 11F എല്ലാം വന്നിട്ടുണ്ട്. ഫ്രീക്വൻറ്റ് ഫ്ലയർ വേറെ ഒന്നുമില്ല. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നോ ബാഗേജ് ചെക്കിൻ, ബാഗേജ് ടു ചെക്കിൻ. ഡു യു ഹാവ് ബാഗേജ് ടു ചെക്കിൻ? യെസ്, ബാഗേജ് ടു ചെക്കിൻ കൊടുക്കുന്നു. ബാഗ്സ് 1, 2 ബാഗ്. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്ഡേറ്റ്. നെക്സ്റ്റ് കൊടുക്കുന്നു. ആദ്യത്തെ ബാഗേജിൻ്റെ സ്ലിപ്പ് എടുത്തു നമ്മൾ. അത് കഴിഞ്ഞ് രണ്ടാമത് ബാഗേജിൻ്റെ സ്ലിപ്പ് എടുത്തു. ബാഗേജ് വിൽ പ്രിൻറ്റ് നൗ. ദ ഫോളോ സ്റ്റെപ്സ് വിൽ ടു പ്രിപ്പയർ യുവർ ബാഗ്സ് ഫോർ ചെക്കിംഗ്. Review the contact details. Continue. Thank you for flight with us. ബോർഡിംഗ് പാസ് വന്നു. എനിക്ക് തോന്നുന്നു ഡൽഹി 2 ബോർഡിംഗ് പാസ് വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ട്. 2 ബോർഡിംഗ് പാസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്നുള്ളത് നോക്കാം. 2 ബോർഡിംഗ് പാസ് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഫിനിഷ് കൊടുത്തു. 1 വോയേജ് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്കിംഗ് പ്രൊസീജിയർ. ഇതിപ്പോൾ എയർ ഇന്ത്യയിൽ നമ്മളിപ്പോൾ വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഏത് ആൾക്കാരായാലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ചെക്കിൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ചെക്കിനാണ്. നമ്മുടെ സാങ്കേതിക വിദ്യകൾ അത്രത്തോളം വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. അതായത് ഇപ്പോൾ ചാങ്കി എയർപോർട്ടിൽ സിംഗപ്പൂരിലെ ഒരു മിഷനാണ് ഈ സംഭവം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഓൺലൈൻ ബോർഡിംഗ് പാസ് നമ്മൾ എടുക്കുക. ഇതിൽ ബാഗേജ് എടുക്കുന്നതും അതുപോലെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക. ഇതിൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ടിക്കറ്റിൻ്റെ 6 ഡിജിറ്റ് റെഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ റെഫറൻസ് നമ്പർ നമ്മളിതിൽ ആദ്യം ചെക്കിൻ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം. പാസ്പോർട്ട് സ്കാൻ ചെയ്തതിന് ശേഷം ബാഗേജ് ചെക്കിൻ ചെയ്യുന്നത്, ബാഗേജ് ഉണ്ടോ എങ്കിൽ എത്ര ബാഗേജ് ഉണ്ടെന്നുള്ളത് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്ലിപ്പ് എടുക്കുക. ബാഗേജിൽ എങ്ങനെ ഒട്ടിക്കുന്നു എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞ് ബാഗേജ് ഡ്രോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബോർഡിംഗ് പാസ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ബാഗ് ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ഓക്കെ, വെൽക്കം ബാക്ക്.